السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചവർ, വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. തമ്പുരാനെ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. നമ്മുടെ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, ഇതിന്റെ സേവകര്, ഇതിന്റെ വാഹകര്, ഇതിന്റെ പ്രചാരകര്, അല്ലാഹു അവരെ തളർത്തല്ലേ അല്ലാഹ്, അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. എപ്പോഴും അവർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യല്. മറ്റുള്ളവരിലേക്ക് മജ്ലിസ് എത്തിക്കുന്നവർ, ഇതിന്റെ പ്രചാരകർ, അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. മജ്ലിസ് സ്ഥിരമായി കാണുന്നവർ, അല്ലാഹുവയുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്ത് നിയത്ത് മനസ്സിൽ കരുതിയാണോ മജ്ലിസ് കാണുന്നത്, അല്ലാഹു അത് നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. തമ്പുരാനെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള അമലാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു അമലാണ്. ധാരാളം ആളുകൾ പറയുന്നൊരു പ്രതിസന്ധിയാണ്. ഇത്തരം കാര്യങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്താണ് ആ കാര്യം? മക്കളുടെ കാര്യം, നമ്മളെ പൊന്നു മക്കളുടെ കാര്യങ്ങൾ. മക്കൾ തങ്ങളെ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി എന്താണ് ഒരു ദുആ? കഴിഞ്ഞ മജ്ലിസുകൾ നമ്മൾ പറഞ്ഞിരുന്നു, മക്കളെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ, മക്കൾക്ക് നല്ല അക്കലുണ്ടാവാനുള്ള ദുആ. അപ്പോൾ ഒരു സഹോദരൻ മെസ്സേജ് അയച്ചതാണ്, തങ്ങളെ ആ സഹോദരൻ്റെ മകൻ്റെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്, ലഹരിക്ക് അടിമയാണ് തങ്ങളെ, ചെറുപ്രായമാണ്. ഇതിനൊരു മുക്തത ഉണ്ടാവാൻ, മകൻ സ്വാലിഹായ ഒരു പൊന്നുമകനാവാൻ എന്താണ് തങ്ങളെ ദുആ? അതൊന്നും മജ്ലിസിൽ നിന്ന് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങളുമായി പറയാറുണ്ട്. മക്കളുടെ കാര്യങ്ങൾ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ഓരോരോ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മക്കളുടെ കാര്യങ്ങളാണ്. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ കേസുകൾ, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയത്, അങ്ങനെയുള്ള ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മാതാവ് ഏതാണ് പിതാവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. നമ്മളെ മക്കളൊക്കെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തേക്കൊരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡായ എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്നതാണ്. അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ വിവരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇന്നത്തെ ലഹരിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, തങ്ങളെ ഈ MDM എന്ന് പറയുന്ന സാധനം, അങ്ങനെയുള്ള ധാരാളം പേരുകൾ അറിയപ്പെടുന്ന ലഹരി മരുന്നുകൾ, അതിനെപ്പറ്റി പറയാണ്, 2 പഞ്ചാരത്തരി പോലെ ഇരിക്കുന്ന പറഞ്ഞത്.
2 പഞ്ചാരത്തരി പോലെ ഇരിക്കും, അതും മതി അവന്റെ മാനസിക തലങ്ങൾ തെറ്റാൻ, അവനക്ക് വലിയൊരു ലഹരിയുടെ മത്തെത്താൻ വേണ്ടി, മസ്താവാൻ വേണ്ടി ഈ 2 തരികൾ മതി. അത് കൺപോളയിലോ ചുണ്ടിലോ ചുണ്ടിൻ്റെ ഉള്ളിലോ വെച്ചാൽ ഒന്നും അറിയില്ല. പ്രത്യക്ഷത്തിൽ അവൻ ലഹരിക്ക് അടിമപ്പെട്ടുന്ന ഒരാളാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് കണ്ടാ പറയില്ല തങ്ങളെ. അത്രയും ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാടുകളിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കൾ അങ്ങനെയുള്ള ശീലമുള്ള ആളാണെന്ന് സ്മെല്ല് കൊണ്ടോ അവന്റെ കണ്ണ് ചോക്കൽ കൊണ്ടോ അവന്റെ ശരീരം നോക്കി അറിയില്ല അവൻ ലഹരിക്ക് അടിമയാണെന്ന്, ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്. പിന്നെ എങ്ങനെ അറിയാൻ കഴിയും? നല്ല ക്ഷീണമുണ്ടാകും, എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഉറങ്ങുക, അവൻ്റെ പഠനത്തിൽ അവനക്ക് വലിയ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ അവൻ്റെ പെരുമാറ്റ രീതിയിൽ മാറ്റങ്ങൾ കണ്ടാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. എന്താണ് ഇത്തരം അവസ്ഥ? ചോദിക്കണം അവനോട്. നേരം വൈകി വരുന്ന അവസ്ഥ, എങ്ങോട്ടാണ്, എവിടുന്നാണ് നീ വരുന്നത്, എങ്ങോട്ടാണ് നീ പോകുന്നത്? നമ്മൾ ചോദിക്കണം. നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കണം. അത്രയും വല വീശാൻ ആളുകൾ തയ്യാറാണ്. ഫസ്റ്റ് അവനക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ അവൻ ആ ക്യാഷ് കൊടുത്തത് വാങ്ങും. അടിമയാക്കാൻ വേണ്ടി അവനക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കും, പിന്നെ അവൻ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. അത്രയും ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാടുകൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മാതാവ് ഏതാണ്, ഇത് പിതാവാണോ മാതാവാണോ പെങ്ങളാണോ സഹോദരങ്ങളാണോ എന്ന് അറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ സ്വലീഹീങ്ങളാവാൻ ഓരോ ദിവസം ഇങ്ങനെ കടന്നു വരുന്ന സമയത്തും മോശം അവസ്ഥയിൽ ഇങ്ങനെ കാലം കടന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മുക്തത നമ്മളെ മക്കൾക്ക് നേടിയെടുക്കാനുള്ള ഒരു 3 ദുആ ആണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള 3 ദുആ. മക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള 3 ദുആയിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അത്തരം കൂട്ടുകെട്ടുകളിലേക്ക് നമ്മളെ മക്കൾ പോവാതിരിക്കാൻ, റൗഡികളും തമ്മാടികളും ആവാതിരിക്കാൻ, ദീനിനും നാട്ടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല സ്വലീഹീങ്ങളായ മക്കളാവാൻ, മക്കളുടെ ജോലിക്കാര്യത്തിന്, ഇത്തരം കാര്യത്തിന് മാത്രമല്ല, മക്കളെ ജോലി തടസ്സങ്ങള്, വിവാഹ തടസ്സങ്ങള്, മക്കളെ ജോലിയിൽ ഖൈറുണ്ടാവാൻ, ബർക്കത്തുണ്ടാവാൻ, മക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ നിലക്കും ദുആ ചെയ്യാൻ പറ്റിയൊരു 3 ദുആ. ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്ത് സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്തും കൂടിയാണ് ആ ദുആയിലെ 1-ാമത്തെ ദുആ. ഇൻഷാ അല്ലാഹ് ഈ ദുആയിനെയാണ് നമ്മൾ പതിവാക്കേണ്ടത്. ഈ 3 ദുആയിനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സ്വലീഹീങ്ങളിലാകും. മക്കൾ പിന്നെ റൗഡികളും തമ്മാടികളും ആവൂല, നല്ല കൂട്ടുകെട്ടായി നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന പൊന്നുമക്കളാകും. എപ്പോഴും നമ്മളെ മക്കളെ നമുക്ക് നോക്കാൻ കഴിയൂല. ആൺകുട്ടികളാണെങ്കിൽ പൊതുവെ നമുക്ക് അവനെ നോക്കാൻ കഴിയൂല. ചില എപ്പോഴാണ് വരുന്നത്, എങ്ങോട്ടാണെന്ന് പോകുക എന്ന് ചോദിക്കാം. എവിടേക്കാണ് അവൻ വന്ന് ചേരുന്നത്? എപ്പോഴും ഒരു ക്യാമറ കണ്ണായിട്ട് നമുക്ക് അവനെ നിരീക്ഷിക്കാൻ കഴിയൂല. ഇല്ല, അവരവരെ രീതിയിൽ പോകും. കെട്ടിടാൻ കഴിയോ? ഇല്ലല്ലോ. അവരെ രീതിയിൽ പോകുന്ന സമയത്ത് എവിടേക്കാണ് അവൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടാവാൻ, അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ ഉപകരിക്കും. നമ്മൾ ദുആ ചെയ്യാം. നമ്മളെ മക്കള് നല്ല ത്വരീഖിൽ, നല്ല റൂട്ടിൽ സഞ്ചരിക്കാൻ. ധാരാളം ആളുകൾ മക്കളെ പ്രയാസം പറഞ്ഞാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മജ്ലിസായിട്ട് ഈ സയ്യിദിയ മജ്ലിസിലുള്ള ധാരാളം ആളുകൾക്ക് അത് ഉപകരിക്കട്ടെ, അവരുടെ മക്കൾ സ്വാലിഹീങ്ങളിലാകട്ടെ, മക്കൾ റെഡിയാവട്ടെ, ഉഷാറാവട്ടെ എന്നുള്ള നിലക്കാണ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ ദുആഇനെ പതിവാക്കണം. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നമ്മളെ പൊന്നു മക്കൾക്ക് വേണ്ടിയല്ലേ. നമ്മളെ മക്കൾ റെഡിയാവാൻ, അവർക്ക് അക്ലും അദബും ഇൽമുമുള്ള നല്ല പൊന്നുമകനാവാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ്. മക്കൾ എക്സാം വരികയാണ്, പൊതുപരീക്ഷകൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ വലിയ വിജയം ഉണ്ടാവാൻ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളല്ലാതെ ആര് ദുആ ചെയ്യും?
മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. നമ്മൾ ദുആ ചെയ്യും, ഉറപ്പാണ് നമ്മൾ ദുആ ചെയ്യും. പക്ഷേ ഞാൻ ദുആ ചെയ്യുന്നേക്കായും നിങ്ങളെ പൊന്നുമക്കൾക്ക് നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ അല്ലാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കും. ഞാൻ പഠിപ്പിച്ചു തരാം, 3 ദുആയിനെ ഞാൻ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ പകർത്താൻ നിങ്ങൾ തയ്യാറാവണം. തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് വലിയ വിജയം ഉണ്ടാവും. അവർക്ക് ഹൈറായ ജോലി ലഭിക്കും. ആ ജോലി സമയത്ത് വരെ ആ ജോലിക്കണ്ട് പ്രവേശിച്ചാൽ, ഇന്റർവ്യൂ ആയാൽ, പരീക്ഷയാൽ വിളിക്കും, നിങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ദുആ ചെയ്യണേ, ഉസ്താദെ ദുആ ചെയ്യണേ. അല്ല വേണ്ടത്, അവർ വളർന്നു വരുമ്പോഴേക്കും അവർ വളർന്നു വരുന്ന റൂട്ടിൽ നമ്മൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നമ്മളെ മക്കൾ പോവില്ല. അവർക്കത് തോന്നൂല, അവർക്കതിനുള്ള മനസ്സ് തോന്നൂല. അതിനു വേണ്ടിയാണ് എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത്, 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ആ 3 ദുആയിനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കല്ലേ, പഠിച്ചൂടെ, അത് പ്രാവർത്തികമാക്കിക്കൂടെ? നമ്മളെ പൊന്നുമക്കൾക്കല്ലേ. ഇൻഷാ അല്ലാഹ് എന്നറിയിക്ക്, ഇൻഷാ അല്ലാഹ് എന്നറിയിക്ക്, ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നറിയിക്ക്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മക്കൾക്കെതിരിൽ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ പറയാറുണ്ടല്ലോ, ആ കുരുത്തക്കെട്ടവൻ അവൻ നന്നാവൂല, അവൻ ശരിയാവൂല. ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, ലാ തദ്ഉ അലാ ഔലാദിക്കും, ലാ തദ്ഉ അലാ ഔലാദിക്കും. ഒരിക്കലും നമ്മളെ മക്കൾക്കെതിരിൽ നമ്മൾ ദുആ ചെയ്യരുത്. അവൻ ശരിയാവൂല, അവൻ റെഡിയാവൂല എന്ന് പറഞ്ഞ് നമ്മളെ മക്കൾക്കെതിരിൽ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്. ഒരിക്കലും അതുണ്ടാവൂല എന്ന് എനിക്കറിയാം, പക്ഷേ അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, എൻ്റെ മകൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല തങ്ങളെ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ മകനെ ഉപദേശിക്കാറുണ്ടോ? ആ ഉണ്ട്, ഞാൻ ഉപദേശിക്കാറുണ്ട്. പിന്നീട് തങ്ങൾ ചോദിച്ചത്, മഹാനവറുകൾ ചോദിച്ചത്, നിങ്ങളെ മക്കൾക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ദുആ ചെയ്യാറൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ അവനെ ശാപവാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നീ റെഡിയാവൂല, നീ ശരിയാവൂല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നീ പറഞ്ഞത് അനുസരിക്കാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരിക്കലും അവൻ റെഡിയാവൂല. ആ രീതിയിൽ തന്നെ അവൻ നീ എന്താണ് പറഞ്ഞത്, അവൻ റെഡിയാവൂല, അവൻ ശരിയാവൂല. പണ്ടാരക്കാരൻ, ഒന്നിനും പറ്റാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ ആ രീതിയിൽ തന്നെ സഞ്ചരിക്കും. പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, പിന്നെ അവൻ ഒന്നിനും ചെയ്യാത്തവനാണ്. നീ പറഞ്ഞ രീതിയിൽ തന്നെ അത് സംഭവിക്കും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു. ഒരിക്കലും നമ്മളുള്ള ഇങ്ങനെയുള്ള ശാപവാക്കുകൾ താരതമ്യം ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് നമ്മളെ മക്കളെ താരതമ്യം ചെയ്യാൻ. അവൻ്റെ മൂത്താപ്പൻ്റെ മകനുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ എളാപ്പാൻ്റെ മകനുണ്ടാവും, അയൽവാസികളുണ്ടാവും, അവൻ്റെ കൂട്ടുകാരുണ്ടാവും. അവനെങ്ങനെയാണല്ലോ, അവൻ 10 A+ വാങ്ങിയല്ലോ, നീ ഒന്നിനും പറ്റാത്തവൻ, നിനക്കൊരു A+ പോലുമില്ല, നീ പഠിക്കാൻ മോശമാണ്, അവൻ ക്ലാസ്സിലൊക്കെ 1ാം നമ്പറാണ്, നീ എന്താണ് ഇങ്ങനെ, നീ എന്താണ് ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് അവനെ മറ്റുള്ളവരിലേക്ക് താരതമ്യം ചെയ്യാൻ. ഒരിക്കലും അത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നമ്മളെ മക്കൾ നമുക്ക് നമ്പർ 1 ആണ്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മോനെ നീ ഉഷാറാവണം, നീ ഉഷാറാണ്, നീ ഒന്ന് പഠിച്ചു നോക്ക്, റെഡിയാവും, അവൻ്റെ പോലെയാകും നീ. അങ്ങനെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവനക്കൊരു പ്രചോദനം കൊടുക്കുക. നീയാണ് നമ്പർ 1 മോനെ. ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ഉപദേശിക്കണം, നല്ല കാര്യങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ മക്കളായിരിക്കണം എല്ലാവരുടെ ഇടയിൽ നമ്മൾ നമ്പർ 1. അത് ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലല്ല നമ്മൾ വേണ്ടത്.
ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ മകൻ, അല്ലെങ്കിൽ അവൻ സിസർ വലിച്ചിട്ട് എൻ്റെ മകനൊന്നും ചെയ്യൂല, അങ്ങനെ പറഞ്ഞ് അവരെ ശാസിക്കല്ല. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഉപദേശിക്കണം. നമ്മളെ മക്കളെ ഉപദേശിച്ച് നല്ല റൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. ഒരിക്കലും നമ്മൾ മക്കൾക്കെതിരിൽ നമ്മൾ ഒരിക്കലും ദുആ ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടിയാവണം നമ്മൾ ദുആ. അതല്ലേ പ്രവാചകന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ? അതാണ് പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്നത്. അവരൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളും നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കൾ റെഡിയായ റൂട്ടിൽ സഞ്ചരിക്കാൻ, അവർ ഇത്തരം പ്രയാസങ്ങൾ പോവാതിരിക്കാൻ എപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ പിന്നെ അവർ പോകൂല. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മകൻ ഇങ്ങനെയാണ്, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, അവന് ദുഷിച്ച കൂട്ടുകെട്ടിലാണ്, അവർക്ക് മാർക്കില്ല, അവൻ പഠിക്കാൻ മോശമാണ്, ഒന്നും പറയേണ്ട അവസ്ഥ നമുക്ക് വരൂല. എപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവനിലോ അല്ലെങ്കിൽ അവളാണെങ്കിൽ അവളിലോ ഉണ്ടാകും. അള്ളാഹു എന്നെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അവൻ അനുസരിക്കുന്നില്ല, അവനൊരു പ്രേമത്തിലാണ് അല്ലെങ്കിൽ അവളൊരു പ്രേമത്തിലാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഇതൊക്കെ എന്താണ് വരാനുള്ള കാരണം? നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല, അവരുടെ ഒരു കാര്യത്തിനും നമ്മൾ നോക്കുന്നില്ല, അവർ നല്ല റൂട്ടിൽ സഞ്ചരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പടുക്കുയിൽ അവനോ അവളോ വീഴുമ്പോഴാണ് നമ്മൾ ഓടുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടി. ഒരിക്കലും അത് ചെയ്യരുത്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത റൂട്ടിൽ മകനോ മകളോ സഞ്ചരിക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ദുആനെ പതിവാക്കണം. ഇത് മാത്രമാണോ? അല്ല, അവൻക്ക് ഹൈറായ ജോലി ലഭിക്കാൻ, അവൻക്ക് ഹൈറായ ഇണയെ ലഭിക്കാൻ, അവനക്ക് ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, നമ്മളെ മക്കൾ ഏത് റൂട്ടിലാണോ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ പറ്റിയ ഒരു ദുആ. ഈ 3 ദുആകൾ ഇൻഷാ അല്ലാഹ് ഇത് പ്രാവർത്തികമാക്കിയാൽ പിന്നെ നിങ്ങളെ മക്കൾക്ക് പരാജയം ഉണ്ടാവൂല, എല്ലാ നിലക്കും വിജയമായിരിക്കും. അല്ലാഹുവേ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നീ വിജയം നൽകണേ അല്ലാ. ആ ദുആഇനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പറയുന്നതിന് മുന്നേ ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ ഇനി എന്നാണ് കൺസൾട്ടിംഗ് ഉള്ളത്, ഇനി എന്നാണ് സന്ദർശന ദിവസം, എന്നാണ് നോട്ടമുള്ളത്? ധാരാളം ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട, പ്രയാസപ്പെടണ്ട. മറ്റുള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും. കാരണം നിങ്ങൾ പല ഭാഗത്തുനിന്ന് വിളിക്കുമ്പോൾ പല ആളുകളാണ് വിളിക്കുന്നത്, ഇവിടെ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ ഒരു പരിപാടിയിലോ മജ്ലിസിലോ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോഴാണ് അറ്റൻഡ് ചെയ്യാൻ പ്രയാസപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് വിളിച്ച് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇനി കൺസൾട്ടിംഗ് ഉള്ളത് തിങ്കളാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് കൺസൾട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച, ആഴ്ചയിൽ 2 ദിവസമാണ്. ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. കാരണം ബുക്ക് ചെയ്യാതെ പല ദൂരെയുള്ള ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ ലേറ്റാകും, നിങ്ങൾക്ക് പോകാനും ലേറ്റാകും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നമ്പറിൽ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നീറുന്ന സങ്കടങ്ങൾ, വേവലാതികൾ, ഇടങ്ങേറുകൾ പറഞ്ഞ് എന്നെ സമീപിക്കുന്നവരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണം
കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൻ്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ കാവലേഖണേ അല്ലാ. ആ ഉപ്പാപ്പമാർ പഠിപ്പിച്ചു തന്ന രീതിയിലാണ് ഇൻഷാ അല്ലാ കൺസൾട്ടിങ് രീതി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പാരമ്പര്യ രീതിയിലാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ. അവരെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങൾക്ക് കൺകുളിർമയുള്ള പൊന്നു മക്കളാക്കണേ അല്ലാ. പൊന്നു മക്കളാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എന്താണ് ആ ദുആ? ആ 3 ദുആ എന്താണ്? ഇൻഷാ അല്ലാ എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന ദുആ എല്ലാവർക്കും അറിയുന്ന, നമ്മൾ മുന്നേ പറഞ്ഞ ദുആ ആണ്. ഇൻഷാ അല്ലാ അതാണ് പ്രധാനപ്പെട്ട ദുആ. എന്താണ് ആ ദുആ? ഈ ദുആഇനെ എപ്പോഴും നിങ്ങൾ പതിവാക്കുക. എപ്പോഴും നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളിലാകും. മക്കൾക്ക് പ്രയാസങ്ങളുണ്ടാവില്ല. നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ നിധിയാണ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ സന്താനങ്ങൾ, അല്ലേ? അവരെ കൊണ്ട് വിജയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലും വേറെ ഒരു സന്തോഷം നമുക്ക് ദുനിയാവെന്ന് കിട്ടാനില്ലല്ലോ മുഅ്മിനീങ്ങളെ. അവരെ കൊണ്ട് സന്തോഷിക്കുക. നമ്മളെ മക്കളെ കൊണ്ട് ഇരു ലോകത്തും നമുക്ക് സന്തോഷിക്കണം. അതിനുള്ള ദുആ ആണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ, മക്കളെ കൊണ്ട് റാഹത്താവാൻ, മക്കൾ വലിയ വിജയത്തിലെത്താൻ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ പതിവാക്കിക്കോ. ഈ ദുആഇനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു സ്വാഫാത്തിലെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇൻഷാ അല്ലാഹ് മക്കൾ സ്വാലിഹീങ്ങളാവാൻ, മക്കൾ റൗഡികളും തമ്മാടികളും ആവാതിരിക്കാൻ, ഇത്തരം ലഹരി കൂട്ടുകെട്ടിൽ നമ്മളെ മക്കൾ വന്ന് ചേരാതിരിക്കാൻ, ഇത്തരം ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അതാണ് ദുആ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽ കൂടാതിരിക്കാൻ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കി കഴിഞ്ഞാൽ, ഈ ദുആഇനെ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽ കൂടൂല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, മക്കൾക്ക് വലിയ വിജയമുണ്ടാകും. അല്ലാഹുവേ നീ വിജയികളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളെ പൊന്നുമക്കളെ വലിയ വിജയികളിൽ ചേർക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നല്ല അക്കലും നല്ല അദബും ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. 3-ാമത്തെ ദുആ, ആരെങ്കിലും സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ദുആഇനെ ചെയ്താൽ അവന്റെ മക്കളെ കൊണ്ട് ഇരു ലോകത്തും അവനക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെ മാത്രല്ല, നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അവനക്ക് അവൻ്റെ മകനെ കൊണ്ടും അല്ലെങ്കിൽ മകളെ കൊണ്ടും സന്തോഷം ഉണ്ടാകും. ഇവിടെയും സന്തോഷം ഉണ്ടാവും. ഏതാണ് ആ ദുആ? സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ദുആഇനെ പതിവാക്കണം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഈ ദുആഇനെ നിങ്ങൾ പതിവാക്കണം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ദുആ ചെയ്യേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തുദ്റഹും വവഫിഖ്ഹും للطاعتك وارزقنا برهم يا رب العالمين. ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെയാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നീ ദുആ ചെയ്യേ. എപ്പോഴും നീ ദുആ ചെയ്യും നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കാൻ, ഇരു വീട്ടിലും നമ്മളെ മക്കളെ കൊണ്ട് വലിയ സന്തോഷം ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണേ. ഈ 3 ദുആഇനെയും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കാൻ അല്ലാഹു നമ്മളെ മക്കളെ കൊണ്ട് വലിയ
വിജയം നമ്മൾക്ക് നൽകാൻ, നമ്മളെ മക്കളെ പരീക്ഷയിൽ വിജയം ലഭിക്കാൻ, പരീക്ഷണങ്ങളിൽ വിജയം ലഭിക്കാൻ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കാൻ, റൗഡികളും തമ്മാടികളും ആവാതിരിക്കാൻ, അവരെ ജോലിയിൽ വലിയ ബർക്കത്തുണ്ടാവാൻ, ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി ലഭിക്കാൻ, മക്കൾക്ക് വിവാഹ തടസ്സങ്ങൾ പറയുന്നവർക്ക് ഹൈറായ ഇണകളെ അടുക്കാൻ വേണ്ടിയുള്ള ഒരു മഹത്താക്കപ്പെട്ട ദുആണ് ഈ 3 ദുആ. നമ്മളെ മക്കൾക്ക് വേണ്ടി എപ്പോഴും കൈ ഉയർത്താൻ പറ്റിയ ഒരു മഹത്താക്കപ്പെട്ട ദുആണ്. അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ്, ജോലി ഇല്ലാത്തവർ ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അർഹമർ റഹീമീനായ അല്ലാഹ്, ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്, ഇതിൻ്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, ഇതിൻ്റെ സേവകരുണ്ട് അല്ലാഹ്, ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാഹ്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്, ശർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്, നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസാണ് അല്ലാഹ്, ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്, നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്, രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാഹ്. നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ
കൊയക്കല്ലേ അല്ലാ. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ, അതിനുള്ള സമ്പത്തില്ല, ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എൻ്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ
സഹോദരന്മാര്, ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ്. അല്ലാ, നീ അവരെ കാത്തോളണേ. അല്ലാ, നീ അവർക്ക് കാവല് കൊടുക്കണേ. അല്ലാ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട്. അല്ലാ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ, അവർക്ക് റാഹത്തേകണേ. അല്ലാ, അവർക്ക് ബർക്കത്തേകണേ. അല്ലാ, അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ. അല്ലാ, അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ. അല്ലാ, സമാധാനം കൊടുക്കണേ. അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ. അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി. അല്ലാ, ഈ സയ്യിദി മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാ, അവർക്ക് പുറത്തു കൊടുക്കണം. അല്ലാ, അവരെ കബറിടം നിറാഹത്തിലാക്കണം. അല്ലാ, അവരെല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ. അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ. അല്ലാ, ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. അല്ലാ, ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം. അല്ലാ, അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ. അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ. അല്ലാ, തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ. അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ. അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ. അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല. അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ. അല്ലാ, നീ ഹറാമാക്കണേ. അല്ലാ, ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദി മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ. അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.